ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ട്യൂസ്ലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ എൻ്റെ പേഷ്യൻ്റാണ് പറഞ്ഞത് നല്ല ഇതാണ് കാണാൻ, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ മഴ കുറച്ച് ഇതുണ്ട്, സീനാവോന്ന് അറിയത്തില്ല. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു ഇൻ്റർനെറ്റിൽ കൂടെ. അപ്പോൾ ഞങ്ങൾ എടുത്ത ടിക്കറ്റിന് ഇവിടെ 4 മണിക്ക് കയറുവാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് 16 യൂറോ കൊടുത്താൽ മതി. നാലരയ്ക്കാണ് രണ്ടാമത്തേത് തുടങ്ങുന്നത്. കറക്റ്റ് 4:30 തുറക്കത്തുള്ളൂ. ഞങ്ങൾ കുറച്ച് മുമ്പ് വന്നിട്ട് ഒരു തുറന്നു തന്നില്ല. ഇപ്പോൾ നമ്മൾ എൻട്രൻസ് ആണ് കാണുന്നത്. ഇപ്പോൾ എൻട്രി ടിക്കറ്റാണ് ഇവിടെ എടുക്കുന്നത്. നമ്മളിതിൽ നോക്കി പോവാം. അയ്യോ, ഞാൻ വിചാരിച്ചു ഉള്ളിൽ ക്ലോസ് ആയിരിക്കുന്നത്, ഉള്ളിൽ ഓപ്പണാണ്. ശരിക്കും നല്ല രസമുണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നേക്കുന്നത്. ചിക്കൻ റാപ്പ്, ചീസ് റാപ്പ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റേക്കറിനാണ് എഴുതിയേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. നമ്മുടെ നാടകത്തിന് എവിടേക്കും പോകണമല്ലോ ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അല്ലാണ്ട് ഇതിന് മുകളിലേക്കുണ്ട്. എന്താണ് അവിടെ മിക്കവാറും വല്ല ഫുട്ബോളൊക്കെ ആയിരിക്കും. ചാളായിരുന്നു, ഞാൻ വിചാരിച്ചു ഇവിടെ ഇതൊക്കെ ആയിരിക്കും. കൊറേ കമ്മല്, മാല, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ക്രിസ്മസിന് ഓരോ സാധനങ്ങളാണ് ഇവിടെ. ഹലോ, ഇവര് മെയിനായിട്ട് വുഡ് കൊണ്ടാണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ക്രിസ്മസിന്റെ. ഇതൊക്കെ വുഡ് കൊണ്ടാണ്. ഇതിൽ ലൈറ്റ് തെളിയും. ഇതൊക്കെ വുഡിൻ്റെയാണ്. നമ്മളെ വുഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇത് തിരി, ക്രിസ്മസ് ട്രീ. ഇതൊക്കെ ഗ്ലാസ് ഇത് ചെയ്യുന്ന മൂടി വയ്ക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ മെയിനായിട്ട് നാച്ചുറിനെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് വുഡ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ഇവർക്ക്. പണ്ടതുപോലെ ലൈറ്റ് കളിച്ച് വെക്കും ഇവർ. അവിടെ ഉള്ളനം കൊണ്ട് ഇവരുണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ്. തൊപ്പി, ഇവിടെ മെയിനായിട്ട് തണുപ്പാണല്ലോ. തൊപ്പി, അതുപോലത്തെ സാധനങ്ങൾ, ഗ്ലൗസ്, പല മോഡലിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവർ. പലതരം ടൈപ്പുള്ള റിങ്ങുകൾ, നമ്മുടെ തലയിൽ കുത്തുന്ന സംഭവങ്ങൾ, അങ്ങനത്തെയൊക്കെയാണ് ഇതിന്. ഇത് വെറൈറ്റി ആയിട്ടുണ്ട്. പല ഫ്ലവർ കൊണ്ടിട്ടുള്ള മാല. ഇത് നമ്മുടെ പേര് ഇത് ചെയ്തിട്ട് ഫ്ലവർ ചെയ്ത് വയ്ക്കും മാലകളിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വുഡിൻ്റെ സാധനങ്ങളും ക്രിസ്മസിന് തൂക്കണ സാധനങ്ങളൊക്കെയാണ്.
നമ്മുടെ നാട്ടിൽ കിണർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൈകൊണ്ടൊക്കെ ഉണ്ടാക്കും. ഇവരതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ചെറിയ ചെറിയ സാധനങ്ങൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. റീത്ത് പോലത്തെ സാധനങ്ങളൊക്കെ. മരത്തിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കിയേക്കുന്ന ഇതാണ്. ഡ്രസ്സല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഏഞ്ചൽസിനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ചപ്പാത്തി പടയത്. ഇവിടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇയാളാണ് ഇതൊക്കെ ഉണ്ടാക്കണേ. പണ്ടത്തെ ഫ്രോക്ക് എനിക്കിത് കാണുമ്പോൾ സ്വപ്നം പോലെ വളരെ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ലൈറ്റിങ് അറേഞ്ച്മെന്റ് ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട് കാണാൻ. ഒത്തിരി ഒരു ഫുൾ പ്രദേശത്ത് വരെ ഈ ലൈറ്റ് ഇത് ചെയ്ത് വെച്ചേക്കുന്നതാണ്. മെയിനായിട്ട് മാനാണ് ഏറ്റവും കൂടുതലുള്ളത്. ചെറുതായിട്ട് മഴ പണി തന്നിട്ടുണ്ട്. ഓരോ പാട്ടായിട്ടാണ് എല്ലാം എടുത്ത് വെച്ചേക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ടീർ ഇതൊക്കെയായിരുന്നു കണ്ടത്. ഇവിടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്. നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതില് അതായത് ഈ പാട്ടിനനുസരിച്ച് ഇവിടെ ഒരു ലൈറ്റ് കളിയും. ഇപ്പൊ അടിയിൽ ലൈറ്റ് മാത്രം ഇറങ്ങുന്നത് ഇപ്പൊ കണ്ടോ.
അടുത്തത് എട്ടുകാലി മഷ്റൂം. കുട്ടികൾക്കറിയാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇത്. പലതരം ലൈറ്റ് കൊണ്ടുള്ള ഒരു മായ ലോകമാണ് ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അതായത് ഓരോ സ്ഥലത്തും ഓരോ സെക്ഷനായിട്ട് ഇട്ടിട്ടേക്കോ. അതായത് മ്യൂസിക്കിൻ്റെ ഇത്, അതുപോലെ തന്നെ മൃഗങ്ങളുടെ, പക്ഷികളുടെ. കുട്ടികളധികം കണ്ടോ, കുട്ടികളാണ് കുറേ എൻജോയ് ചെയ്യുന്നത്. കുറേ കുട്ടികൾ അവിടെ നിന്ന് ഇത് ചെയ്യുന്നുണ്ട്. ഇത് ഈ ടൈഗറിന്റെ ഓരോ ലൈറ്റിന്റെ കളർ മാറുമ്പോഴും ഇതിന്റെ സൗണ്ട് മാറിക്കൊണ്ടിരിക്കും. അതിന്റെ ഒക്കെ സെറ്റിംഗ് ഒരു എന്താ പറയാ, നല്ല രസമുണ്ട് കാണാൻ. ഇപ്പൊ ലൈറ്റ് കളർ മാറിയപ്പോ അതിന്റെ സൗണ്ടും മാറും. അതുപോലെ തന്നെ അതായത് നമ്മളിവിടെ നമ്മൾ ശ്വാസം ചെയ്യണം, അപ്പോഴാണ് അവിടെ അതിൻ്റെ സൗണ്ട് മാറുന്നത്. കണ്ടോ, ഇപ്പോൾ ഈ ചേച്ചി അവിടെ നിന്ന് ഊതുവാണ്, അപ്പോൾ അതിന് സൗണ്ട് മാറും. ഞാനൊന്ന് ഊതി നോക്കാം. അതെന്താ നല്ല രസമുണ്ട്. ഇത് പശു വയ്ക്കോല്. ഇതിൽ അതായത് പ്രസ് ചെയ്യുമ്പോൾ ട്രാക്ടറിന്റെ സൗണ്ട് മാറും, കളറും മാറും. ഞാനൊന്ന് ഞെക്കി വെക്കാം. Ach, Weihnachten, Weihnachten, die magischste Zeit des Jahres. Wenn die Lichter um uns herum strahlen, wenn man sich etwas von den Sternen wünscht, wenn Überraschungen und Wunder geschehen. Willkommen in unserer magischen Weihnachtsbibliothek, die voller spannender Geschichten ist. Der Elf Waldemar Winterweiß ist der stolze Hüter dieser Bibliothek, die er Jahr für Jahr erweitert. In diesem Jahr tauchen wir in die Magie dieser Bibliothek und ihrer Geschichten ein. Warten wir keine Sekunde länger. Begeben wir uns auf eine Reise.
നാട്ടിൽ ഏകദേശം ഒരു 50 രൂപ വരും. നമ്മുടെ ക്ലൂവൈൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ എടുക്കാൻ പോകണം. നന്നായിട്ട് ആവി വറക്കേണ്ട, ചൂടുണ്ടെന്ന് അറിയില്ല. വിചാരിച്ച പോലെയല്ല, നല്ല കറുകാപ്പട്ടയുടെയും ഗ്രാമ്പൂനും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാൻ. പനി ജലദോഷം ഉണ്ടാകുമ്പോൾ കഴിക്കാൻ പറ്റിയ സാധനമാണത്. നല്ല ലഹരി ഉണ്ട് കേട്ടോ. മധുരത്തേക്കും കൂടുതൽ പുളിയാണ്. ഹലോ ഗൈസ്, വൈൻ കുടിച്ചിട്ട് വയറ് നല്ല ഇരിച്ചില്ല. എന്തെങ്കിലും തിന്നേ പറ്റൂ. അപ്പോൾ ഇവിടെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് നമുക്ക് കഴിക്കാം. ഇവിടെ ഡോണർ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ നമുക്ക് ബീഫ് ചിക്കൻ അങ്ങനെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. അപ്പോൾ നമുക്ക് നോക്കാം. $9 ഡോണർ വിത്ത് മെനുവിന് €13. സ്പൈസി ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ. കാരണം സ്പൈസസ് ഇവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് സെപ്പറേറ്റ് നമ്മളോട് ചോദിക്കും നമുക്ക് സ്പൈസ് വേണമോ അല്ലാത്ത വേണമെന്ന് ചോദിക്കും. പന്നി വേണോ അതോ ബീഫ് വേണോ ചോദിക്കും, ചില്ലി വേണോ ഒക്കെ ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ഡോണർ വാങ്ങിയേക്കാണ്. ഇത് ശരിക്കും നമുക്ക് 2 ആൾക്ക് കഴിക്കാമെന്നുള്ളതുണ്ടാവും. ഇത് ബീഫിൻ്റെ ഡോണറാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. കഴിഞ്ഞ തവണ ഡോണർ കഴിച്ചപ്പോൾ അത് പന്നിയുടെ ആയിരുന്നു. അപ്പോൾ അത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇത് ബീഫിൻ്റെ ആണ്. ഇത് ടേസ്റ്റ് ഉണ്ട്. ട്വിസ്ലിങ്ങിലെ ക്രിസ്മസ് മാർക്കറ്റ് ഇന്നിവിടെ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഈ തവണ ക്രിസ്മസിന് മാക്സിമം ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ക്രിസ്മസ് മാർക്കറ്റ് കവർ ചെയ്ത് വീഡിയോ എടുക്കാനാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.